ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാരൂപത ഇവാഞ്ചലൈസേഷൻ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ചുള്ള ഈ സെഷനിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും. തുടർന്ന് നമ്മൾ ചിന്തിച്ചു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ യേശുവിലേക്കുള്ള പക്വവും നിരന്തരവുമായ മാനസാന്തരത്തെക്കുറിച്ച്. ഇന്ന് മറ്റൊരു ലക്ഷ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരവും സത്താപരവുമായ സാന്നിധ്യവും ശക്തിയും വ്യക്തിപരമായി അനുഭവിച്ചറിയുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 3 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകി ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കും. സ്നേഹമുള്ളവരെ, ഈശോ 3 വർഷക്കാലം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് ദൈവരാജ് അനുഭവത്തെക്കുറിച്ചൊക്കെ അവരെ പഠിപ്പിച്ചു. തുടർന്ന് പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവരുടെ കൂട്ടയായിരുന്നു കൊണ്ട് ദൈവരാജ് അനുഭവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 14-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയവുമല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. സ്നേഹമുള്ളവരെ, ഈശോ ഇപ്രകാരം വരെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഒന്നും മനസ്സിലായില്ലെന്നുള്ളത് തുടർന്നുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോസ്തലർ 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? സ്നേഹമുള്ളവരെ, അവരുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അവരുടെ ചിന്തകൾ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ അവർക്ക് ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ മനസ്സിലാക്കുവാനായിട്ടോ സാധിച്ചില്ല. അപ്പോൾ ഈശോ പ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. അപ്പോസ്തലർ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, തുടർന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഈ അഭിഷേകത്തിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്. കൃപാവരങ്ങൾ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെടുകയാണ്. ഈ സഭയിലൂടെ നമ്മൾ ഇന്ന് മാമോദീസായി കൂദാശകൾ സ്വീകരിക്കുമ്പോൾ, മാമോദീസായിലൂടെ സൈലേപനത്തിലൂടെ സഭസേവനവും നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ മുദ്രിതരാകുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അജ്ഞതയും അവബോധമില്ലായ്മയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള നമ്മുടെ പാപ അവസ്ഥകളും സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരദാനങ്ങളും ഫലശൂന്യമായ അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ. യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, ഈശോയിലേക്ക് തിരിയുമ്പോൾ, ഈശോയെ ഏകരക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് നാം പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുമ്പോൾ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സ്വതന്ത്രമായും ബോധപൂർവമായും അംഗീകരിച്ച് അവിടുത്തെ ശക്തിക്കും നിയന്ത്രണത്തിനും സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് ആത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം സാധ്യമാകുക. ക്രൈസ്തവ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. ഈ ജീവിതത്തിൽ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകളിലൂടെ നമ്മളെ ഈ ആത്മാവിൽ വളരുവാനായിട്ട് കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഗോൾഡൻ ജൂബിലിയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരള സഭയിലും ആഗോള കത്തോലിക്ക സഭയിലും കരിസ്മാറ്റിക് നവീകരണം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായം മുഴുവനിലും പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് സ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അത് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ, ആത്മാവിലുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആത്മാവിലുള്ള ജീവിതം സാധ്യമാകുമ്പോൾ മാത്രമാണ് പരിപൂർണമായ വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുക.
അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൻ്റെ 703-ാമത്തെ ഖണ്ഡികയിൽ സഭ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: സൃഷ്ടിയെ ഭരിക്കുകയും വിശുദ്ധീകരിക്കുകയും സജീവമാക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ്. CCC 703 സൃഷ്ടിയെ ഭരിക്കുകയും വിശുദ്ധീകരിക്കുകയും സജീവമാക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെ പൗലോസ് വീണ്ടും നമ്മളെ പ്രകാരം നമ്മോട് പറയുന്നുണ്ട്: യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കും തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ജീവനിലേക്ക് വളരുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിനായിട്ട് നാം കാതോർക്കേണ്ടിയിരിക്കുന്നു. അതാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 21-22 വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നീ വലതോട്ടോ ഇടതോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തി വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് മലിന്യ വസ്തുക്കളെ എന്ന പോലെ അവയെ എറിഞ്ഞു കളയും. പൗലോസ് റോമാക്കാർക്കിലെ 8-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ ഇത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പൂർണ്ണമായിട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിൽ സ്നേഹമുള്ളവരെ 1997 ആദ്യമായിട്ടൊരു കസ്മാറ്റിക് നവീകരണ ധ്യാനം കൊടുവാൻ ദൈവം അനുവദിച്ചപ്പോൾ ആ കസ്മാറ്റിക് നവീകരണ ധ്യാനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവ അഭിഷേകം അനുഭവേദ്യമായത്. തുടർന്ന് തിരിച്ചു വന്ന് ഇടവകയിൽ കസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിൽ 1.5 മണിക്കൂർ നേരം ആഴ്ചയിൽ ഒന്നിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലൂടെയാണ് തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലൊക്കെ വളരുവാനൊക്കെ ആയിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് മാറണം ഇടവക പള്ളിയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള നമ്മുടെ പങ്കാളിത്തം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: കരിസ്മാറ്റിക് നവീകരണം സഭയുടെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള അമൂല്യമായ ആന്തരിക ഫലങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? കരിസ്മാറ്റിക് നവീകരണം സഭയുടെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള അമൂല്യമായ ആന്തരിക ഫലങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 289 പ്രകാര സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: സഭാ സമൂഹത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ നവീകരണത്തിൻ്റെ പിന്നിലെ ഒരടയാളവും പ്രേരണാശക്തിയുമാണ് ഇന്നത്തെ പ്രാർത്ഥനാ സമൂഹങ്ങൾ. അവയെ നമുക്ക് പ്രാർത്ഥനാ കളരികൾ എന്ന് വിളിക്കാം. ക്രൈസ്തവ ജീവിത പ്രാർത്ഥനയുടെ ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം പ്രചോദനം ഉൾക്കൊള്ളുന്നവയായിരിക്കണം അവ. അതേ സ്നേഹമുള്ളവരെ, കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ വേണം നമ്മൾ ആത്മാവിൽ വളരുവാൻ. പ്രാർത്ഥനാ കളരികൾ എന്ന് വിളിക്കാമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. തുടർന്ന് നമ്മളെ പറയുന്നത് ക്രൈസ്തവ പ്രാർത്ഥനയുടെ ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം പ്രചോദനം ഉൾക്കൊള്ളുന്നവയായിരിക്കണം അവ. അതെ സ്നേഹമുള്ളവരെ, ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ വേണം നമ്മൾ വളരുവാനായിട്ട്. അപ്പോൾ നമുക്ക് സഭാത്മകമായ ജീവിതം നയിച്ചുകൊണ്ട് സ്നേഹമുള്ളവരെ തെറ്റുപറ്റാതെ വഴിതെറ്റാതെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നവീകരണ ശുശ്രൂഷകളിൽ പങ്കാളികളാകാനായിട്ട് പറ്റും. സഭയെ പടുത്തുയർത്താനായിട്ട് പറ്റും. ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ജീവിക്കുവാനായിട്ട് അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനൊക്കെ ആയിട്ട് ആനന്ദദായകമായ ജീവിതം നയിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരവും സത്താപരവുമായ സാന്നിധ്യവും ശക്തിയും വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മളിന്ന് ചിന്തിക്കുക. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ട് അങ്ങേക്ക് സുവിശേഷമേകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, പൂർണ്ണമായിട്ട് അങ്ങേക്ക് വിധേയപ്പെട്ടുകൊണ്ട് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് ആത്മാവിൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.